എന്നിട്ട് എന്തായി? രക്ഷിക്കോ? എവിടേക്കാ ഉണ്ണിടമ്മ? രണ്ടാള് തൊപ്പിക്കുന്നുണ്ടല്ലോ. കണ്ണൻചേട്ടാ, അതെ കണ്ണൻചേട്ടൻ ഈ വണ്ടി എടുത്തോ, വേണമെങ്കിൽ ഈ മുറിയിലത്തെ എന്തെങ്കിലും എടുത്തോ. അതെ ഈ വെളിച്ചെണ്ണ വന്നിട്ടില്ല. അതെ ഈ വെളിച്ചെണ്ണ പുരട്ടിയാ പിന്നെ ചക്കപ്പശ ഒട്ടൂല. ഒട്ടില്ലേ? ഇല്ല. ഇതേ ഇങ്ങനെ കയ്യിലാക്കി കൊടുത്താൽ മതി. നിനക്ക് വല്ല മനസ്സിലായ? ഇല്ല കണ്ണൻചേട്ടാ, ഇത് കേടായി. അതൊക്കെ നമുക്ക് ശരിയാക്കടാ. എടാ മണ്ട, നീ കുറച്ച് വെളിച്ചെണ്ണ കുടിച്ചാൽ മതി. ബബിൾക്കത്തിന്റെ പശ പോവും. എന്തായാലും പോവും. പിന്നെ ഈ പോലീസ് വണ്ടിയില്ലേ, ഞാൻ ശരിയാക്കി തരാം. നീ പോയി ആരും കാണാതെ കുറച്ച് വെളിച്ചെണ്ണ കുടിച്ചോ. പക്ഷെ വണ്ടി തന്നെ ശരിയാക്കി തരണട്ടാ. താ. അതെ പിന്നെ വേണമെങ്കിൽ നീ ഒന്ന് ഉറങ്ങാണ്ടിരുന്നു. ഉറങ്ങാലേ ചത്തുള്ളൂ. നീ പഠിക്കണട്ടാ. മോനെ പായസം. കണ്ണ എന്താ ഈ നേരത്ത്? എന്നിട്ടാണ് ഞാൻ പായസനാ? അതെ അതെ പായസ. നീ വാ. എന്തിനാ പായസം കളഞ്ഞ? ഇന്നെ പറഞ്ഞാലായിരുന്നു. ആണോ? അതെ ഈ ബാക്കിയുള്ളതിലേ പാറ്റ വീണു, അതാ കളഞ്ഞേ. അയ്യോ കഷ്ടാലോ. പായസമുള്ള കേക്ക് കുറിച്ചാ? കേക്ക് മുറിക്കാം. മഞ്ജുള ചേട്ടോ, ഞാൻ വന്നതേ നോക്കിയേ, ഇത് ഉണ്ണിയുടെ ബൈക്കാ. ആകെ പോയി ഒന്ന് ശരിയായി തരുമോ? നോക്കട്ടെ. അയ്യോ ഇത് കൊള്ളാലോടാ. പ്രിയപ്പെട്ട കണ്ണൻചേട്ടാ, ഇതുണ്ണീതിനെ കത്താ. ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ വെളിച്ചെണ്ണ ഓടിച്ചു. ഒരു രക്ഷയില്ല, വേറെ വേദന എടുക്കുന്നുണ്ട്. ഞാൻ ശരിക്കും ചത്തുപോകുന്ന തോന്നണേ. എങ്ങാനും ഞാൻ ചത്തുപോയാ എന്നെ മീൻ കുഞ്ഞിന് ശക്തിമാന്റെ സ്റ്റിക്കറും കണ്ണൻചേട്ടൻ എടുത്തോട്ടാ. പിന്നെ എൻ്റെ കയ്യിൽ മറ്റേ മുന മാറ്റി നിറക്കണ പെൻസിലുണ്ട്. ഈ കത്ത് അതുകൊണ്ട് എഴുതണേ. അത് രമയുടെയാ. അവൾക്കത് ചേട്ടൻ തിരിച്ചു കൊടുക്കണം. എന്നിട്ട് അവളുടെ അടുത്ത് ഞാൻ ബബിൾക്ക് നിന്ന് ചത്തുപോയെന്ന് പറയണം കേട്ടാ. ഇത് കേട്ട അവള് കരയൂ. അമ്മ എന്തായാലും കരയും. അച്ഛനും അവരോട് കരയേണ്ട സാരില്ല എന്ന് പറയണട്ടാ കണ്ണൻചേട്ടാ. കുറച്ച് ദിവസം കഴിഞ്ഞാൽ കുഞ്ഞാവ് വരും. അപ്പൊ ഇനി അവരെന്നെ മറക്കോ കണ്ണൻചേട്ടാ? കണ്ണൻചേട്ടൻ എന്നെ മറക്കോ? മറക്കല്ലേട്ടാ. എല്ലാവരോടും പറഞ്ഞോളൂ എന്നെ മറക്കല്ലേ എന്ന്. ടാറ്റാ ബൈ ബൈ എന്നുണ്ണി ദാമോദരൻ. ഈ ചിരട്ടത്തുമ്പോ ഒരു ശബ്ദം ഉണ്ടല്ലേ, വിഷുവിന് തലച്ചക്രം കറങ്ങണ മാതിരി. നീ ഉണ്ടിക്ക് പഠിക്കാണ്ടത് വെള്ളം വെച്ച് കെടുത്താ നോക്കി. തേക്കാൻ അത് മതിയാ? കെടുത്തട്ടെ? മതി നീ അത് കെടുത്തിയ. അവന്റെ യൂണിഫോം എന്തെങ്കിലും തേക്കണ്ട. ഉണ്ണിടമ്മേ എന്തോ ഉണ്ണിണ്ടില്ലേ? അവനെ നീറ്റില്ലടാ. അതെയാ?
അവനെ പോയി വിളിച്ചാലോ? കൊറേ നേരം കിടന്ന് ഉറങ്ങണു. അത് ശരിയാ, ഇങ്ങനെ ഉറങ്ങാറില്ലല്ലോ അവൻ. നീ ഒന്ന് പോയി വിളിച്ചു നോക്കിയേ. നീറ്റോ? നീ കണ്ട നീ വാ വാ, നീ ഉറങ്ങിയില്ലേ? നമുക്കല്ല കുഴപ്പമുണ്ടോ? കണ്ണൻ ചേട്ടോ, മുക്കട ശരിക്കും മുക്ക് മുക്കി നോക്ക്, അപ്പൊ പോവും. പോയാ പോയാ ഞാനിപ്പോഴും ജീവിച്ചിരിക്കണേ അറിയണ ചാത്തന്നെ അല്ലല്ലേ? അതേല്ലേ. എന്നിട്ട് കണ്ണഞ്ചേട്ടൻ വണ്ടി ശരിയാക്കിയ? ഇന്നലെ ഞാൻ മഞ്ജുള ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മഞ്ജുള ഞാൻ നമ്മ വിചാരിക്കുന്ന ആളട്ടെ മോനെ വലിയ കണ്ടുപിടുത്തക്കാരനാ. ആ മഞ്ജുള ഞാൻ്റെ വീട്ടിൽ മുഴുവനേ വണ്ടി ശരിയാക്കണ സാധനങ്ങളാ. തീ കത്തിട്ട് കറങ്ങണ ഫാൻ വരെ ഉണ്ട്. ആ എന്നിട്ട് വണ്ടി ശരിയാക്കി തന്നാ? അത് മാത്രം ആൾക്കാരില്ലെന്ന് പറഞ്ഞു. എന്നിട്ടേ ഇപ്പൊ എന്താ ചെയ്യാ? എന്ത് വണ്ടി എങ്ങനെ ശരിയാക്കി നീ? ആ നീ പേടിക്കണ്ട, ഞാൻ ശരിയാക്കി തരാം. ആ ശരിയാക്കി തരോ? അതേല്ലേ. എന്തരാ? അയ്യോ കണ്ണൻ ചേട്ടാ, എനിക്ക് വീണ്ടും വന്നു. കണ്ണാ കണ്ണാ ഡാ കണ്ണാ, ഈ ചെക്കനിത് എവിടെ പോയി? കണ്ണുണ്ടോ അവിടെ? ഇവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ. ഈ ചെക്കൻ പല്ല് വെച്ച് രാവിലെ മോറ് കഴുകാണ്ട് കിടക്കുക. ഇന്നലെ ആണെങ്കിൽ തീരെ ഉറങ്ങിയിട്ടില്ല. എന്തു പറ്റിയാവോ? അല്ല, നാരായണിയമ്മനെ പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ. അമ്മയ്ക്ക് തീരെ വയ്യ, ഇന്നലെ പനിയാ. കുറവില്ലെങ്കിൽ ഗവൺമെന്റ് ആശുപത്രിയിൽ കൊണ്ട് കാണിക്കണം. എനിക്ക് തോന്നി എന്തോ വയ്യാണ്ടെന്ന്. കണ്ണാ, ഇന്നലെ തൊട്ട് നോക്ക ഈ ചക്ക തരാൻ. ഈ വയ്യാണ്ടിരിക്കുമ്പോ എന്തിനാ ഈ ചക്കയൊക്കെ സമയമാണല്ലോ, സാരില്ല. നീ പറഞ്ഞു കൊടുക്കും. കണ്ണാ, നീ ഇതെവിടെയായിരുന്നു? എന്തമ്മ പല്ല് വെച്ചടാ നീ. ആ ഇത് വെച്ചോ, ഇന്ന് തന്നെ കൊണ്ടുപോയി ഡോക്ടറെ വേണ്ട കാണിക്ക്. വേണ്ട, കാശിലേണ്ട. ഇത് വെച്ചോ, ഇത് കയ്യിൽ വെക്ക്. അന്യന്മാരല്ലോ, മേടിച്ചോ, കടയിട്ട് കൂട്ടിയാ മതി. നീ കാരണ എനിക്ക് ഏറി കിട്ടിയേ. ആരുടെ വേണം വെക്കണേ? നിങ്ങൾ വന്നേലും തരാം. അല്ലയോ എനിക്ക് കിട്ടിയില്ല. അയ്യോ, ഇതാ പിള്ളേർക്കുള്ളതാ. അളിയാ അതേക്കല്ലോ, മഞ്ജു വരും. എടി മഞ്ജു മോളെ, എനിക്ക് കുറച്ച് ചീത്തപ്പഴം